Hello guys, welcome back to my YouTube channel and today we are on a journey. നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. മുന്നേ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പാലസൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത്ര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മളൊരു 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 7:30 ആയപ്പോഴത്തേന് വയനാട് എത്തിയിട്ടോ. അപ്പോൾ ഈ സ്റ്റോറിയിൽ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എടയ്ക്കൽ കേവ്സിൽ നമ്മൾ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അതായത് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എടയ്ക്കൽ കേവ്സ്. അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ളൊരു സൺറൈസ് ഒക്കെ കണ്ടു. നമ്മളൊരു 7:45 ആയപ്പോഴത്തേന് എടയ്ക്കലിൻ്റെ അവിടെ എത്തി. 8:30 ഓപ്പണിങ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നടന്നു കേട്ടോ. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷേ ഇത്രയും കയറാനുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1 hour പാർക്കിങ്ങിൽ നിന്ന് നടക്കാനുണ്ട്. ടിക്കറ്റ് ഫീസ് 50 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് 30 രൂപയും വലിയ ആൾക്കാർക്ക് 50 രൂപയാണ്. പിന്നെ ലിമിറ്റഡ് ആണ്. ഏകദേശം ഒരു 1900 ആളുകളെയൊക്കെ അവർ ഒരു ദിവസം കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ കേവ്സിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും സ്റ്റെപ്പ് കയറാനുണ്ടാവും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ ചേച്ചിമാരൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചില്ല എത്രയും ക്ലീൻ ആയിരിക്കുന്നു. അവർ താഴേന്ന് വെള്ളം മേലെ കൊണ്ടുപോയിട്ട് അവിടെ വരെ അവർ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ലൊരു എന്താ പറയുക ഇതായിട്ടാണ് തോന്നിയത്. കാരണം ഇത്രയും ഒരു എഫേർട്ട് എടുക്കുന്നത് അവരിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ നടന്ന് അത്യാവശ്യം നല്ലോണം കയറി. പിന്നെന്താ ഓരോ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം കേവ്സ് എന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുഞ്ഞൊരു ഗുഹയാന്നുള്ളതാണ്. പക്ഷേ ഇത് ഇത്രയും വലുതായിരിക്കുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഇതൊരു 8000 years പഴക്കമുള്ളൊരു ഗുഹയാണ് കേട്ടോ. നമ്മുടെ ശിലായുഗത്തിലെ മനുഷ്യന്മാർ താമസിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ ഇതിൽ ഉണ്ട്. ഇവരുടെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ കുറേ നമ്മൾ കയറി വന്നു. ഇവരെങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചതെന്ന് അറിയില്ല. അപ്പോൾ അവിടുത്തെ വ്യൂവും സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഈ ഒരു സമയത്ത് 8:30 ആ ഒരു ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ തിരക്കില്ലാണ്ട് കാണാനായിട്ട് പറ്റും. അത് ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അപ്പം ഞാനത് കണ്ടിട്ട് വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. എന്താ ഇത്രയും വലിയ ഗുഹയോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. സംഭവം അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ എന്ത് നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വയനാട് കൽപ്പറ്റയുടെ അടുത്തായിട്ടാണ് ഈ ഒരു നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. എടയ്ക്കൽ കേവ്സിൻ്റെ. അപ്പോൾ സിന്ധു നദീതട സംസ്കാരമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു കേവ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഒത്തിരി ആളുകൾ ഇതിനെപ്പറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ ശിലായുഗ കാലഘട്ടത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ കുറേ കൊത്തുപണികൾ അവിടെ ഉണ്ട്. അതായത് അവർ പോകുമ്പോൾ കണ്ടിട്ടുള്ള മൃഗങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങൾ, അവർ വർഷിപ്പ് ചെയ്തിരുന്ന സൂര്യൻ, അങ്ങനെ ഒത്തിരി കൊത്തുപണികളുണ്ട്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരൂപങ്ങൾ, അവരുപയോഗിച്ച ഉപകരണങ്ങൾ, കുറേ സാധനങ്ങൾ അവരവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗുഹകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു 1000 മീറ്ററിലധികം ഉയരമുള്ളൊരു മലയാണ് കേട്ടോ. അമ്പകുത്തി മല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചിറങ്ങി കേട്ടോ. നമ്മളൊരു 9:30 ആയപ്പോഴേക്കും താഴെ എത്തി. പിന്നെ അത് ഞങ്ങൾ ഷൂട്ടിങ് ചെയ്ത് നോക്കുമായിരുന്നു. എൻ്റെ കൊണ്ടില്ല ഗൈസ്. പണ്ട് NCCയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് നിഖിലിൻ്റെ കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചിരിയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നമ്മൾ എടയ്ക്കൽ കേവ്സൊക്കെ കണ്ടു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. ഓക്കെ, താങ്ക് യു.